ന്യായമായ ആവശ്യങ്ങളുമായി സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്കൊപ്പമാണ് ജനമനസാക്ഷിയെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP പറഞ്ഞു. സമസ്ത മേഖലയിലെയും ജനങ്ങൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ മനം മടുത്തിരിക്കുകയാണ്. സാഹസ് കേരള യാത്രയുടെ പിണ്ടിമനയിലെ സ്വീകരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ജെബി മേത്തർ. PSC അംഗങ്ങൾക്ക് വാരിക്കോരി ആനുകൂല്യങ്ങൾ നൽകുമ്പോഴാണ് തുച്ഛമായ വേതന വർധനവിന് വേണ്ടി ആശാവർക്കർമാർ സമരം ചെയ്യുന്നത്. സർക്കാർ എതിരാണെങ്കിലും ജനമനസാക്ഷി ആശാവർക്കർമാർക്കൊപ്പമാണെന്ന് ജെബി മേത്തർ പറഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങളും സർക്കാരിനെതിരാണെന്നും അവർ കൂട്ടിച്ചേർത്തു. മഹിളാ കോൺഗ്രസിന്റെ സാഹസ് കേരള യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിനായി പിണ്ടിമനയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ജെബി മേത്തർ. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സമസ്ത ജനവിഭാഗങ്ങളും മനം മടുത്തിരിക്കുന്ന ഈ സമയത്ത് നമുക്കറിയാം, ആശാ വർക്കർമാരൊക്കെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റ് മുന്നിൽ തുച്ഛമായ വേതന അവർക്ക് നൽകുന്ന ഒരു സാഹചര്യത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അവർ നടത്തുമ്പോൾ വാരിക്കോരി PSC അംഗങ്ങൾക്ക് ലക്ഷങ്ങളുടെ കൂടുതൽ ശമ്പളം മാറ്റുന്ന തീരുമാനം ഈ ഗവൺമെന്റ് എടുക്കുമ്പോഴൊക്കെ ജനമനസാക്ഷി ആശാവർക്കർമാരുടെ ഒപ്പമാണ്. അപ്പൊ അങ്ങനെ സമസ്ത വിഭാഗങ്ങളും ഈ LDF സർക്കാരിന്റെ ഭരണത്തിൽ വളരെയധികം ആശങ്കാകുലരായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ 2025 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ നമ്മൾ ഭരിക്കുന്ന പഞ്ചായത്താണ്. ഇവിടെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും, കേരളത്തിലെ എല്ലായിടത്തും UDF-നൊരു മുന്നേറ്റം ഉണ്ടാവുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരും നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മുടെ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജെസി സാജു അധ്യക്ഷത വഹിച്ച സമ്മേളനം DCC ജനറൽ സെക്രട്ടറി ഉല്ലാസ് തോമസ് ഉദ്ഘാടനം ചെയ്തു. സുനില സുബി, ഷൈമോൾ ബേബി, AK രാജു, പ്രേമ അനിൽകുമാർ, VK മിനിമോൾ, മാത്യു K ഏലിയാസ്, നോബിൾ ജോസഫ്, അനൂപ് ഇട്ടൻ, PC ജോർജ്, ജോളി ജോർജ്, ബിനോയി പുളിനാട്ട്, TK കുമാരി, സിബി പോൾ, LC എൽദോസ്, വിൽസൺ K ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ്, കോതമംഗലം.